ഇന്നുമുണ്ട്. എന്താ കാരണം അറിയൂ? ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. ധർമ്മചക്രത്തോടൊപ്പം തിരിഞ്ഞ് കാലത്തിന്റെ ഒഴുക്കിനെ അനുസരിച്ചും എതിരെയും നിൽക്കുമ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ മാതിരി ഭാരതീയ പൈതൃകം എന്നൊരു പന്തല് കെട്ടുകയാണെങ്കിൽ അതിന് 5 തൂണുകൾ ഉണ്ടെങ്കിൽ 5 തൂണുകളിൽ 1 മൈൻഡ്, 2 തോട്ട്സ്, 3 ആക്ഷൻ, 4 റിസൾട്ട്, 5 റിവാർഡ്. ഈ മൈൻഡിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയത്. അപ്പൊ ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡ് ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി ബാഡ് തോട്ട്സ് ഗുഡ് തോട്ട്സ് ആവും. ഓട്ടോമാറ്റിക്കലി ബാഡ് ആക്ഷൻ ഗുഡ് ആക്ഷൻ ആവും. ബാഡ് റിസൾട്ട് ഗുഡ് റിസൾട്ടും, ബാഡ് റിവാർഡ് ഗുഡ് റിവാർഡും. നല്ലവണ്ണം നിങ്ങളിൽ പലരും കേട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മലയാളത്തിൽ പറയാം. ദുർമനസ് സന്മനസ്സും, ദുഷ്ചിന്തകള് സത്ചിന്തകളും, ദുഷ്കർമ്മങ്ങള് സത്കർമ്മങ്ങളും, ദുഷ്കർമ്മ ഫലങ്ങള് സത്കർമ്മ ഫലങ്ങളും, ദുഷ്കർമ്മ പ്രതിഫലം സത്കർമ്മ പ്രതിഫലവുമായി മാറുന്നതിന്റെ മറ്റൊരു വാക്ക് ദുർമനസ് സന്മനസ്സും, ദുഷ്ചിന്തകള് സത്ചിന്തകളും, പാപകർമ്മം പുണ്യകർമ്മവും, പാപം പുണ്യവും, നരകം സ്വർഗവുമായി മാറുമ്പോ മഹാകവി ഉള്ളൂര് പറഞ്ഞ നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ ത്രേതായുഗത്തില് വാൽമീകിയുടെ പൂർവാശ്രമമായ കാട്ടാളൻ എന്ന രത്നാകരന്റെ ഭാര്യ പറഞ്ഞ വരിയുമുണ്ട്. നമുക്ക് സ്വർഗവും നരകവും തരുന്നത് നമ്മുടെ പ്രവൃത്തിയാണെന്ന് മഹാകവി ഉള്ളൂര് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ, താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ, താൻ നിരന്തരം ചെയ്യേണ്ടത് ചെയ്യാത്തതിന്റെ കർമ്മഫലങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അവര് പറഞ്ഞതിൽ കുറച്ചും കൂടി ഞാൻ ചേർക്കരുതെന്ന് അവര് പറയാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മളുടെ കർമ്മഫലം, ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction to be experienced by the actor. For every action there is an equal and opposite reaction. For every good action there is an equal and opposite good reaction. For every bad action there is an equal and opposite bad reaction. That should be experienced by the actor himself. അതാണ് ഭാരതത്തിന്റെ കോൺട്രിബ്യൂഷൻ. അപ്പോ ഇത്രയും ഗ്രന്ഥങ്ങൾ എന്തിനാ എഴുതിയത്? ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം എന്റെ മുമ്പിലിരിക്കുന്നവരെ സാധിക്കുമെങ്കിൽ ബൈഹാർട്ടാക്കുക. ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം, ഉദ്ധരേതാത്മനാത്മാനം, അവനവൻ ഉദ്ധരിക്കുക. എലിവേറ്റ് യുവർ സെൽഫ്, ഡെവലപ്പ് യുവർ സെൽഫ്, പ്രോഗ്രസ് യുവർ സെൽഫ്, മാർച്ച് ഫോർവേഡ് ബൈ യുവർ സെൽഫ്. അവനവൻ ഉദ്ധരിക്കുക. അവനവന്റെ കുടുംബത്തെ അവനവൻ ഉദ്ധരിക്കുക. അവനവന്റെ സംസ്കാരത്തെ അവനവൻ ഉദ്ധരിക്കുക. അവനവന്റെ സമൂഹത്തെയും അവനവന്റെ രാഷ്ട്രത്തെയും അവനവൻ ഉദ്ധരിക്കുക. എന്തുജ്വലമായ സന്ദേശം! 51 നൂറ്റാണ്ട്, കൃത്യം പറഞ്ഞാൽ 5155 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ BC 3140 കലിയുഗം ആരംഭിക്കുന്നതിന് 38 വർഷം മുമ്പ്. കലിയുഗം ആരംഭിച്ചത് BC 3102 ഫെബ്രുവരി മാസം 17-ാം തീയതി വ്യാഴാഴ്ച അർദ്ധരാത്രി 11:55. അന്ന് എന്ന് പറയാൻ കാരണം ഭൂമിയും സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും ഗുരുവും ശുക്രനും ശനിയും മേടസംക്രാന്തി രേഖയിൽ വന്നു. അതാണ് കലിയുഗ ആരംഭം. അതെങ്ങനെയാ BC 3102 ഫെബ്രുവരി 17 വ്യാഴാഴ്ച രാത്രി 11:55 പറഞ്ഞത്?
ബാക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പേരും ഇംഗ്ലീഷ് ഇറായും ക്രിസ്ത്യൻ ഇറായും കിട്ടുള്ളൂ. അന്ന് ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ ഇറ ഉണ്ടായിരുന്നില്ല, ഇംഗ്ലീഷ് ഇറ ഉണ്ടായിരുന്നില്ല. ബാക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലോകം അംഗീകരിച്ച പീരീഡാണ് BC 3102 ഫെബ്രുവരി 17 Thursday midnight 11:55. അവിടെ നിന്ന് 38 വർഷം മുമ്പാണ് മഹാഭാരത യുദ്ധം നടന്നത്. അതുകൊണ്ട് BC 3140. അത് കഴിഞ്ഞിട്ട് ഇപ്പോ 5155 വർഷമായി. ആ ശ്ലോകം 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം, ഉദ്ധരേദാത്മനാത്മാനം. ഈ ഒരു ശ്ലോകമെങ്കിലും ഇന്നു മുതൽക്ക് നിങ്ങളെന്ന് ഞാൻ പറയണില്ല, നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ കരഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടി വരില്ല. ചിരിക്കാൻ സാധിച്ചില്ലെങ്കിലും കരഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടി വരില്ല. ഉദ്ധരേദാത്മനാത്മാനം. അവനവൻ ഉദ്ധരിക്കുക. അവനവന്റെ കുടുംബത്തെ, അവനവന്റെ സംസ്കാരത്തെ, ധർമ്മത്തെ, അവനവന്റെ സമൂഹത്തെയും അവനവന്റെ രാഷ്ട്രത്തെയും അവനവൻ ഉദ്ധരിക്കുക. ന ആത്മാനം അവസാദയേ. അതിലെ 2ാമത്തെ വരി, നെവർ denigrate yourself, never degrade yourself, never belittle yourself, never make fun of yourself. മലയാളത്തിനേക്കാളും ഇംഗ്ലീഷാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മലയാളം പറയാം. അവനവൻ അപകീർത്തിപ്പെടുത്തരുത്, അവനവനെ അവഹേളിക്കരുത്, അവനവനെ ഇടിച്ച് താഴ്ത്തരുത്, അവനവൻ കളിയാക്കരുത്, അവനവനെ ഉയർത്തുക, അവഹേളിക്കാതിരിക്കുക. അവനവന്റെ കുടുംബത്തെ, ഞാൻ, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കള്, അവഹേളിക്കാതിരിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല. ഈ ഭൂമിയിലുള്ളത് ഒന്നും പെർമനന്റ് അല്ല. പെർമനന്റ് ആയിട്ടുള്ളത് ഒന്നും പെർമനന്റ് അല്ല എന്നുള്ളത് മാത്രമാണ് പെർമനന്റ് ആയിട്ടുള്ളത്. ഒന്നും പെർമനന്റ് അല്ല എന്നുള്ളത്, ഈ ശരീരം പെർമനന്റ് അല്ല. എല്ലാത്തിനും ആരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുണ്ട്. നല്ലത് പറയുന്നവരുണ്ടെങ്കിൽ ചീത്ത പറയുന്നവരുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അവനവന്റെ കുടുംബത്തെ, അവനവന്റെ ധർമ്മത്തെ, സനാതന ധർമ്മത്തെ, അവനവന്റെ സമൂഹത്തെയും രാഷ്ട്രത്തെയും അവഹേളിക്കാതിരിക്കുക. ആത്മൈവച്ചാത്മനോ ബന്ധുവോ. അവനവന്റെ ബന്ധു അവനവൻ തന്നെയാണ്. അവനവന്റെ കുടുംബത്തിന്റെയും അവനവന്റെ സംസ്കാരത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ബന്ധു അവനവൻ തന്നെയാണ്. അവനവൻ ശത്രുവാക്കാതിരിക്കുക. ആത്മൈവ രിപുരാത്മന. അപ്പോ അവനവൻ ഉയർത്തണമെങ്കിൽ ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളില് ആയിരക്കണക്കിന് ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും തന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളുടെ ലെവല് വളരെ താഴ്ന്നതാണെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ടിരിക്കുന്ന വ്യക്തികളോട് പറഞ്ഞ തമാശ വീണ്ടും പറഞ്ഞാൽ അത് ആവർത്തന വിരസതയാ. ഭാരതത്തില് 22 ഔദ്യോഗിക ഭാഷകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, വായിച്ച് മനസ്സിലാക്കിയത്. ശരിയാണെന്ന് അറിഞ്ഞൂടാ. അതില് മലയാളത്തിനുള്ള ഒരു പ്രത്യേകത, 1ാം ക്ലാസ്സിലെ മലയാള പുസ്തകത്തില് 1ാമത്തെ വാക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ അവസ്ഥയാ. 1ാമത്തെ ക്ലാസ്സില് മലയാള പുസ്തകത്തില് 1ാമത്തെ വാക്ക് തറ. അത് നമ്മുടെ ലെവല്. അത് മറന്നു പോവാതിരിക്കാൻ 2ാമത്തെ വാക്ക് പറയാണെന്ന് പറ. ഇപ്പൊ യഥാർത്ഥത്തില് നമ്മുടെ ഗ്രൗണ്ട് ലെവലാണ്. ആരെന്ത് പറഞ്ഞാലും ആൽബർട്ട് ഐൻസ്റ്റീനെ കമ്പയർ ചെയ്യുമ്പോ കേരളത്തിലെ ഒരു സയന്റിസ്റ്റ് ഗ്രൗണ്ട് ലെവലാണ്. അമേരിക്ക മുഴുവനും ഭരിക്കുന്ന ഒരു പ്രസിഡന്റിനെ കമ്പയർ ചെയ്യുമ്പോ നമ്മുടെ മന്ത്രിമാര് ചിലപ്പോ ഗ്രൗണ്ട് ലെവലില്, നെഗറ്റീവ് അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് അർത്ഥത്തിലല്ല, ഞാൻ ലെവല് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഗ്രൗണ്ട് ലെവല് മോശമൊന്നുമല്ല. ഗ്രൗണ്ട് ലെവലില് ഇപ്പൊ ഗ്രൗണ്ട് ലെവലിലുള്ളവരെ ഉദ്ധരിക്കാൻ, ഉദ്ധരേദാത്മനാത്മാനം, ഉദ്ധരിക്കാൻ ഏറ്റവും എളുപ്പം കഥകളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചതാ. ഇതിലൂടെ ഞാൻ വേറൊരു വശത്തേക്ക് പോവാനാണ് ഇതിപ്പോ ആവർത്തിക്കുന്നത്. നമ്മൾ എത്രത്തോളം കഥകള് കേൾക്കാൻ സാധിക്കുമോ, കേൾപ്പിക്കാൻ സാധിക്കുമോ അത് ചെയ്യണം. ഞാൻ കുറച്ചു മുമ്പ് പറയുകയുണ്ടായി,
ഒരു അവസാനത്തെ ഡിഗ്രി എടുത്തപ്പോ അതിൽ 7 ദിവസവും ഞങ്ങളെ പഠിപ്പിച്ചത് കഥകളാണ്. 7 ദിവസവും പഠിപ്പിച്ചത് കഥകളാണ്. അത്ഭുതം തോന്നി. ദേശത്തും വിദേശത്തുമുള്ളവര് 58 പേര് MBA ക്ലാസ്സിൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്റെ കൂട്ടത്തില് എല്ലാവരോടും ആമയുടെയും മുയലിന്റെയും കഥ, സിംഹത്തിന്റെയും മുയലിന്റെയും കഥ, കീരിയുടെയും പാമ്പിന്റെയും കഥയാണ് മാനേജ്മെന്റിന് പഠിപ്പിച്ചത്. ഞങ്ങൾ അത്ഭുതം തോന്നി. അപ്പൊ യഥാർത്ഥത്തില് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും അവയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും നമ്മുടെ പൂർവികർ എഴുതിയത് മനസ്സിനെ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ മൃതഗമയ ത്രൂ സ്റ്റോറീസ് ആൻഡ് മെസ്സേജസ് ഫ്രം ദി സ്റ്റോറീസ്. രണ്ടാമത്തെ ലെവലിലേക്ക് ഉയർന്നു വിചാരിക്കാം. കഥകൾ മാത്രം കേൾക്കേണ്ട പ്രായമല്ല ഗോപാലകൃഷ്ണൻ സാറേ. അടുത്തത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. അപ്പൊ രണ്ടാമത്തേത് ജീവിതാനുഭവങ്ങൾ പറയുക. അത് മാത്രം പറഞ്ഞാൽ ചിലപ്പോ വിരസമാവും. അപ്പൊ കഥകളും ജീവിതാനുഭവങ്ങളും ചേർത്ത് പറയുക. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അനുഭവം. 13 കുട്ടികളുള്ള ഒരു വീട്ടില് മുക്കുവ കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തി ഇന്ത്യൻ പ്രസിഡന്റ് വരെയായി ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി. കെനിയയില് പാചകക്കാരനായി ജീവിച്ചിരുന്ന ഒരാളുടെ മകന്റെ മകൻ, അദ്ദേഹമാണ് വൈറ്റ് ഹൗസിൽ ഇപ്പൊ ഇരിക്കുന്ന ഹുസൈൻ ബാരാക് ഒബാമ. ഒരു പാചകക്കാരന്റെ പൗത്രൻ, അമേരിക്കയിലെ ബ്ലാക്ക് മാൻ ഇൻ വൈറ്റ് ഹൗസ്. അതൊരു അനുഭവമാണ്. മഹാത്മാഗാന്ധിയുടെ അനുഭവം, വിവേകാനന്ദന്റെ അനുഭവം. 39ാമത്തെ വയസ്സിൽ സമാധിയാവുമ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു, അടുത്ത 500 വർഷത്തേക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്, പഠിച്ചു നിലനിർത്തിയാൽ മതി. ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല 500 വർഷത്തേക്കുള്ള ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ 32 വയസ്സിനുള്ളിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയ ശങ്കരാചാര്യരുടെ ജീവിതാനുഭവം എല്ലാവരുടെയും പഠിക്കാം. എല്ലാവരുടെയും, നെഹ്റുവിന്റെയോ ഹിറ്റ്ലറുടെയോ ഒസാമ ബിൻ ലാദന്റെയോ ഗദ്ദാഫിയുടെയോ സദ്ദാം ഹുസൈന്റെയോ വീരപ്പന്റെയോ നിങ്ങൾക്ക് ആരുടെയെല്ലാം പഠിക്കണമെന്ന് തോന്നുന്നോ നല്ല മനുഷ്യരുടെ മാത്രം പഠിക്കുക. അങ്ങനെയില്ല. ലിസണിങ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്, വാച്ചിങ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്, ഡിസ്കസിങ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്, തിങ്കിങ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്, പ്രാക്ടീസിങ് ഓൺലി ഗുഡ്. ചെവി നന്മകളും തിന്മകളും കേൾക്കാൻ തുറന്നു വെക്കണം. കണ്ണ് നന്മകളും തിന്മകളും കാണാൻ തുറന്നു വെക്കണം. മനസ്സ് നന്മകൾ മാത്രം എടുക്കാൻ തുറന്നു വെക്കണം. അപ്പൊ ഏത് വ്യക്തിയുടെയും ജീവിതാനുഭവങ്ങൾ പഠിക്കാം. അപ്പൊ മഹാഭാരതം ജീവിതാനുഭവങ്ങളും കഥകളും ചേർന്ന് 1,25,000 ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിലുള്ളത് എന്ന് NPS പബ്ലിഷ് ചെയ്ത പുസ്തകം നോക്കിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച സിംഗപ്പൂര് ഞാനൊരു പ്രഭാഷണം നടത്തിയപ്പോൾ മുമ്പിലുള്ള ആൾ പറഞ്ഞു 1,25,000 ശ്ലോകം ഇല്ല സാറേ, 89,000 ഉള്ളൂ. ഞാൻ NPSന്റെ നോക്കിയിട്ടാ പറഞ്ഞത്. 89,000 ഉള്ളൂ എങ്കിൽ അത് മതി, അത് കൂടുതൽ വേണ്ട. 89,000. 1,25,000 ശ്ലോകങ്ങളില് 65,000 ശ്ലോകങ്ങളോളം പാണ്ഡവരുടെയും കൗരവരുടെയും അവരുമായി ബന്ധപ്പെട്ടവരുടെയും ജീവിതാനുഭവങ്ങള്. ബാക്കി 60,000 ശ്ലോകങ്ങള് പാണ്ഡവർക്കും കൗരവർക്കും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന ആയിരക്കണക്കിന് മഹാഭാരത കഥകള്. അതറിയണം. മഹാഭാരത കഥകൾ എന്ന് പറയുമ്പോൾ പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതാനുഭവമല്ല, അവർക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കഥകളാണ് നമ്മൾ മഹാഭാരത കഥകൾ എന്ന് പറയുന്നത്. മഹാഭാരത കഥകൾ പാണ്ഡവരുടേതല്ല, കൗരവരുടെ ജീവിതാനുഭവമല്ല, അത് എക്സ്പീരിയൻസ് ആണ്. അവർക്ക് മറ്റുള്ളവര്, ഭീഷ്മര്, വേദവ്യാസൻ, ധൃതരാഷ്ട്രര്, വിതുരൻ തുടങ്ങിയ പ്രഗത്ഭരായ വ്യക്തികള്, അതിനകത്തുള്ളവര് വലുതായിട്ട് അറിവില്ലാത്ത പാണ്ഡവർക്കും കൗരവർക്കും പറഞ്ഞു